സ്പോർട്സ് കൗൺസിൽ ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക ഉടൻ നൽകും. ഫെബ്രുവരി വരെയുള്ള ശമ്പളം നൽകാൻ 2.25 കോടി രൂപ സർക്കാർ അനുവദിച്ചു. സ്പോർട്സ് ഹോസ്റ്റലുകളുടെ കുടിശ്ശിക മാർച്ച് 31 മുൻപ് തീർക്കാനും തീരുമാനമുണ്ട്. 9 കോടി രൂപ സർക്കാരിനോട് ആവശ്യപ്പെട്ടപ്പോഴാണിത്. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഇതിന്റെ വിശദാംശം എന്താണ്? നിഷാദ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകിയിരുന്നില്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാർ തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. ഇത് നിരന്തരം സ്പോർട്സ് കൗൺസിൽ അധികൃതർ ചോദിച്ചിട്ടും ഇനി കൃത്യമായിട്ടുള്ള മറുപടി നൽകിയിരുന്നില്ല. അവർക്ക് ഈ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലെ ശമ്പളം നൽകാനായിട്ട് 2.70 ലക്ഷം രൂപ 2.70 കോടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് MR രഞ്ജിത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവർക്ക് ഈ പറയുന്ന കുടിശ്ശികയായിട്ടുള്ള സ്പോർട്സ് കൗൺസിലിന് കീഴിലുള്ള ജീവനക്കാരുടെ ശമ്പളം ഈ ഫെബ്രുവരി മാസം വരെയുള്ളത് ഉടൻ നൽകുമെന്നുള്ള കാര്യമാണ് സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിന്റെ കുടിശ്ശിക മാർച്ച് 31 വരെ പൂർത്തിയാക്കാനുള്ള ക്രമീകരണം നടത്തിയിട്ടുണ്ട്. സർക്കാരിനോട് 9 കോടി രൂപയാണ് സ്പോർട്സ് കൗൺസിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ പകുതിയെങ്കിലും തുക സർക്കാരിൽ നിന്ന് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കൂട്ടിച്ചേർത്തു. നിഷാദ്. ശരി.